ഇന്നത്തെ അവിയലിലേക്ക് നമ്മൾ എല്ലാ കഷ്ണങ്ങളെല്ലാം നീളത്തിൽ അരിഞ്ഞെടുത്തേക്കുവാണ്. അരിഞ്ഞെടുത്ത് നല്ല വിസ്താരമുള്ള ഒരു പാത്രത്തിലാണ് ഞാൻ വെച്ചേക്കുന്നത്. ഇതിന്റെ ഈ പാത്രത്തിന്റെ അടിയിൽ ആദ്യം ഞാൻ 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞ് കട്ട് ചെയ്ത വെജിറ്റബിൾ എല്ലാം ഇട്ടു. വെജിറ്റബിൾസ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനും ലഭ്യതയ്ക്കും അനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. എനിക്ക് ഇവിടെ ഇന്ന് ഉണ്ടായിരുന്ന വെജിറ്റബിൾ എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചിലര് അവിയലിനകത്ത് ഉരുളക്കിഴങ്ങ് ചേർക്കത്തില്ല. ഞാൻ ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിലൊക്കെ, എൻ്റെ വീട്ടിലെ ചെറുപ്പം മുതലേ എൻ്റെ അമ്മ നല്ല സൂപ്പറായിട്ട് അവിയൽ വെക്കും. അപ്പം അമ്മയുടെ അവിയൽ രീതിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് ഉപ്പും അതുപോലെ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം ഒഴിച്ചു. ഇനിയും ഇത് ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട്, എന്ന് വെച്ചാൽ ഈ വെജിറ്റബിളിൽ നിന്നൂടെ കുറച്ച് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഞാനിപ്പം തീ കത്തിക്കാൻ പോകുന്നത്. പക്ഷെ കറിവേപ്പില ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. ഇവിടെ ഒരുപാട് ഇരിപ്പില്ല, നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കറിവേപ്പിലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഉള്ള പോലെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒന്ന് അടച്ചു കൊടുക്കുക. എല്ലാം അടുപ്പേ വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് അപ്പം നല്ലവണ്ണം ആവി വന്നിട്ടുണ്ട്. അപ്പം നല്ലവണ്ണം നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നുമില്ല, ചെറുതായിട്ട്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1 മുറി സവോള അരിഞ്ഞതും അതുപോലെ 1 തക്കാളി, നല്ലവണ്ണം പഴുത്ത, ഒരുപാട് പുളിയില്ലാത്ത ഒരു തക്കാളിയാണ്. ഇനി ഇതിനകത്ത് ഞാൻ പുളി പിഴിഞ്ഞതല്ല ചേർക്കുന്നത്. അവിയലിനൊരു പുളി വേണമല്ല, പുളിക്ക് വേണ്ടി ഞാൻ തൈരാണ് ചേർക്കുന്നത്. ഞങ്ങളെല്ലാം ഒരു പാതി വേവായിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ അടപ്പടച്ച് മീഡിയം ഫ്ലെയിമിൽ തന്നെ തീയിടാം. അവിയലിനെ ചതച്ചിടാനുള്ള കാര്യങ്ങൾ നോക്കാം. ഞാൻ ഈ കല്ലിനകത്താണ് ചതച്ചിടുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ കല്ലില്ലെങ്കിൽ നാട്ടിലുള്ളവർക്ക് അരകല്ലുണ്ട്, അതിൽ ചതച്ചെടുക്കാം. അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിനകത്ത് ഒരുപാട് അരഞ്ഞു പോകണ്ട. അതിനകത്തേക്ക് 3/4 ടീസ്പൂണാണ്. നിങ്ങൾ എടുക്കുന്ന അവിയലിൻ്റെ കഷ്ണങ്ങളുടെ അളവനുസരിച്ച് വേണം നമ്മളെ ജീരകത്തിൻ്റെ അളവൊക്കെ. ജീരകം ചേർക്കുന്നത് നല്ല ടേസ്റ്റ് കൊടുക്കും അവിയലിന്. അതുകൊണ്ട് 3/4 ടീസ്പൂണ് ജീരകം എടുത്തിട്ടുണ്ട്. ഓൾറെഡി കഷ്ണങ്ങളിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടതാ. വീണ്ടും 1/2 ടീസ്പൂൺ എടുത്തു. എനിക്ക് അവിയലിന് നല്ല കളറുള്ളതാണ് ഇഷ്ടം. 2 പച്ചമുളക് കീറി ഇട്ടിരുന്നു. പക്ഷെ ഒരു 6-7 കാന്താരിയൂടെ എടുത്തിട്ടുണ്ട്. ഇതിന് ഒരുപാട് എരിവുള്ളതല്ല. അതുപോലെ തന്നെ വെളുത്തുള്ളിയുണ്ട് 3 അല്ലി, ഒരു 3-4 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, 1 തണ്ട് കറിവേപ്പില. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കട്ടെ. ആദ്യം ജീരകവും കൂട്ടി തേങ്ങ ഇട്ടൊന്ന് ചതച്ചെടുക്കാം. നമ്മളുടെ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. അവിയലിനുള്ള എല്ലാം നല്ലവണ്ണം ചതച്ചെടുത്ത് വെച്ചേക്കുവാണ്. അതുപോലെ കല്ല് കഴുകി നമുക്ക് കുറച്ച് ഗ്രേവി വേണമെങ്കിൽ കുറച്ച് വെള്ളവും വെച്ചിട്ടുണ്ട്. പിന്നെ യോഗട്ടാണ് ഇപ്പം ചേർക്കാൻ പോകുന്നത്. നമുക്ക് അടപ്പ് തുറക്കാം. ഇപ്പം നല്ല വെന്ത് പാവത്തിന് ഇട്ടിരിപ്പുണ്ട്, ഒരുപാട് വെന്ത് പോയുമില്ല. ഇനി ഈ കഷ്ണങ്ങളുടെ നടുക്കേക്ക് ഒന്ന് കണ്ട, ഒട്ടും വെള്ളമൊന്നുമില്ല. നമ്മളപ്പം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. നമുക്കിനി ഈ അരപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് നമുക്ക്, ഞാനിപ്പം ഒരുപാട് പുളിയുള്ള തൈരല്ല, ഈ തൈരിന് ഒരുപാട് പുളിയില്ല. അതുകൊണ്ട് 2 ടേബിൾ സ്പൂണ് നമ്മൾ തൈര് ചേർക്കുന്നുണ്ട്. ഇനി ഈ കഷ്ണങ്ങളെല്ലാം കൂടി ഈ അരപ്പിൻ്റെ മുകളിലേക്ക് എടുത്തിടണം. അപ്പം നല്ലവണ്ണം ഈ അരപ്പ് വേകണം. ഇതിനകത്ത് കിടന്ന് ചെറിയ തീയിൽ കിടന്ന്, ഒട്ടും വെള്ളമില്ലാത്ത കൊണ്ട് ഞാനൊരു കുറച്ച് കല്ല് കഴുകിയ, ആ തേങ്ങ ചതച്ച കല്ല് കഴുകിയ ഒരു കുറച്ച് വെള്ളം ഇപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇത് അടി കരിഞ്ഞു പോവും. അതുകൊണ്ടാണ്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. ആദ്യം ഞാൻ കുറച്ച് കറിവേപ്പില ചതച്ചു, പക്ഷേ കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ വലിയ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഇപ്പം ചേർത്ത് കൊടുക്കുവാണ്. ഇവിടെ വെളിച്ചെണ്ണ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഞാനതൊന്ന് എടുത്ത് ചേർക്കട്ടെ. ഒക്കെ നല്ല തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണയുടെ അവസ്ഥ കണ്ടോ. ഇത് 1 ടേബിൾ സ്പൂൺ ഉണ്ട്. ആദ്യമേ ഞാൻ 1 ടേബിൾ സ്പൂണ് ഈ പാത്രത്തിന്റെ അടിയിൽ ചേർത്തിരുന്നു. അപ്പം നല്ലവണ്ണം
വെളിച്ചെണ്ണയും അരപ്പും ഒക്കെ ഉണ്ടെങ്കിൽ അവിയലിന് നല്ല ടേസ്റ്റ് ഉള്ളൂ. ഇനിയും ഇതൊന്ന് അടച്ചു കൊടുക്കാം. എന്നിട്ട് ഉപ്പ് ആദ്യമേ ചേർത്ത് കൊടുത്തുകൊണ്ട് ഇനിയും നോക്കിയിട്ട് ചേർക്കുന്നുള്ളൂ. ഉപ്പൊക്കെ വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് അരപ്പിന്റെ പച്ചമണം എല്ലാം മാറിക്കഴിഞ്ഞപ്പം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കണം. മിക്സ് ചെയ്ത് അരപ്പ് എല്ലായിടത്തും എത്തുന്ന പോലെ ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞ് ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഉപ്പ് കുറവായിരുന്നു. ഇപ്പൊ എല്ലാം നല്ല പരുവത്തിനുണ്ട്. നല്ല അടിപൊളി. ഇപ്പം ഇങ്ങനാണ് ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയ ഒരു അവിയൽ തയ്യാറാക്കുന്ന വിധം.